അയ്യോ പഞ്ചസാര തീർന്നു പോയല്ലോ. മമ്മി പഞ്ചസാര തീർന്നോ മമ്മി? ഇല്ല മോളെ, സാധനം എല്ലാം തീർന്നു തുടങ്ങി. അവനോട് പോയി മേടിച്ചോണ്ട് വരാൻ പറയും. പിഞ്ചാ പിഞ്ചാ പിഞ്ചാ, എന്നെ വിളിച്ചാലും കേക്കത്തില്ല. പിഞ്ച ഇവിടെ കുത്തിരിക്കുവാണോ? എന്തോന്നാ മൂട്ടിയത്? ജസ്റ്റ് ഫോർ എ ഫൺ. ഫണ്ണാ? ഇത് വെച്ച് പുറത്തേക്ക് എറിഞ്ഞിട്ടാ? ആ വിളിച്ച കേട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. രാവിലെ എന്നെ ഒന്ന് പീസ്ഫുൾ ആയിരിക്കാൻ സമ്മതിക്കൂലല്ലേ? അതില്ല. എങ്ങനെ? അല്ല, എന്നും പീസ്ഫുൾ മാത്രമല്ലേ ഉള്ളൂ എന്ന്. അല്ല, എന്താണോ ഭവതി അന്തപ്പുറത്തേക്ക് എഴുന്നേളതിന്റെ ഉദ്ദേശം? അടുക്കളയിൽ സാധനങ്ങളൊക്കെ തീർന്നിരിക്കണു. അങ്ങൊന്നിന് സമയമുണ്ടെങ്കിൽ ഒന്ന് പോയി മേടിച്ചോണ്ട് വരുവോ? കോലായിൽ അല്പസമയം വിശ്രമിക്കാൻ ഈ സാധനം സമ്മതിക്കൂലല്ലോ. പോയി മേടിച്ചോണ്ട് വാടാ. എന്തോ? എങ്ങനെ? പിഞ്ചാ, ഒന്ന് പോയി മേടിച്ചോണ്ട് വരുമോ? എന്നാ വേഗം പോയി മേടിച്ചിട്ട് വാ. നോട്ട് ചെയ്തോ എന്തൊക്കെയാന്ന്? 1 കിലോ പഞ്ചസാര. എനിക്കൊന്നും വേണ്ട, എനിക്കറിയാം. കേട്ടിട്ട് പോ എന്തൊക്കെയാന്ന്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ തക്കാളി, 250 ഉഴുന്ന്. ഇവളെന്തൊക്കെയായിരുന്നു മേടിക്കാൻ വേണ്ടി പറഞ്ഞത്? ചേട്ടാ, 1 കിലോ പരിപ്പും 1/2 കിലോ തക്കാളി, 1 കിലോ ഉഴുന്ന്. ഇനി ഞാൻ പോയില്ല മേടിച്ചില്ല എന്നൊന്നും ഡയലോഗുകൾ വേണ്ട. സാധനം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ മമ്മി, ഒരാള് സാധനം മേടിച്ചോണ്ട് വന്നതിന്റെ ജാടയൊക്കെ തുടങ്ങി. ഇത് എന്തൊക്കെ ചെയ്യും മേടിച്ചോണ്ട് വന്നേക്കുന്നേ? നീ പറഞ്ഞ സാധനം? ഇതിന് ഞാൻ പറഞ്ഞ സാധനം ഒന്നും ഇല്ലല്ലോ. നീ മര്യാദക്ക് നോക്കിക്കേ. ഇത് എന്തോന്ന്? ഇത് പഞ്ചസാര എന്തിയെ? പഞ്ചസാരയോ? ഇതെന്തിനാ ഈ പരിപ്പ് മേടിച്ചോണ്ട് വന്നേ? നീയല്ലേ പറഞ്ഞത്? ഓ എന്റെ മമ്മി, ഞാൻ ഈ മരത്തലേനെ എന്ത് ചെയ്യാനാ? ഞാൻ കുറെ അനുഭവിച്ച, ഇപ്പൊ നീയും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അല്ല, ശരിക്കും എന്താ സംഭവിച്ചേ? 1 കിലോ പരിപ്പും 1/2 കിലോ തക്കാളി, 1 കിലോ ഉഴുന്ന്. അമ്പോ പണിപ്പാളി. ഞാനിപ്പം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ